ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കൃത്യസമയത്ത് അത് ഇടാൻ കഴിഞ്ഞില്ല. അതിന് കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ക്യാമറ കൈകാര്യം ചെയ്യുന്ന വിനീത് സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ക്ലാസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. രണ്ടാമത് 5 മണിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് പോയി. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് കഴിയാത്തത്. അപ്പോൾ ഇപ്പോൾ ഈ ശനിയാഴ്ച നടന്ന, അതായത് 66/2026 ചോദ്യവും ഉത്തരവും ഞങ്ങളിവിടെ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കാം, സാറേ ഈ രാജ്യത്തെ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞു, ഇനി എന്തിനാണ് ഇടുന്നത് എന്ന് ചോദിച്ചേക്കാം. ഇതിന് ചക്രപാണി സാറിന് വ്യക്തമായ ഉത്തരമുണ്ട്. നമ്മുടെ ഈ ചാനൽ മാത്രമേ കാണൂ, അത് മാത്രമേ ഫോളോ ചെയ്യൂ എന്ന് വിചാരിക്കുന്ന ഏകദേശം ഒരു 5000-നകത്ത് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഇടുന്നത്. ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നുള്ള ധാരണയും എനിക്കില്ല. കാരണം എല്ലാവരും ഇത് എല്ലായിടത്തും കണ്ടതാണ്, എല്ലാവരും പാടി പതിഞ്ഞതാണത്. നമ്മുടെ ക്ലാസ്സിൽ നിൽക്കുന്ന ഈ കുട്ടികൾ ഈ ചോദ്യവും നമ്മുടെ ക്ലാസ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തണം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ താഴെ എഴുതണം, സാറ് പഠിപ്പിച്ചതൊന്നുമില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചതുണ്ട്, ഇങ്ങനെ പോരാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായപ്പെടുകയും ചെയ്യാം. PSCയെ സംബന്ധിച്ച് ഒരു അബദ്ധം സംഭവിച്ചു പോയി. ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പൊട്ടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരീക്ഷ ക്യാൻസൽ ചെയ്തത്. ആ പരീക്ഷ മറ്റൊരു ഡേറ്റിൽ നടക്കും. അതുകൊണ്ട് എല്ലാവരും ഉത്സാഹിച്ച് പഠിക്കണം. ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഈ 2 ക്വസ്റ്റ്യനും ഒരു മാതൃകയാണ്, ഒരു വഴികാട്ടിയാണ്. ഈ 2 ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. കേരള മന്ത്രിസഭയിൽ നിന്ന് 3 മാർക്കാണ് ചോദിച്ചത്. അതുപോലെ ജോഗ്രഫി നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്കൊരു വഴികാട്ടിയായിരിക്കണം, നമുക്കൊരു മാതൃകയായിരിക്കണം. വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു ആവേശമായിരിക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും സജീവമായിട്ട് പഠിക്കുക. LP UP കാരുടെ പ്രശ്നം വളരെ ഗുരുതരമാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചക്രപാണി സാറിൻ്റെ കയ്യിൽ മാത്രമേ കേരളത്തിലുള്ളൂ. LP UP പ്രശ്നം പരിഹരിക്കണമെങ്കിൽ LP UP കാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ സ്കൂളുകളിലും പോസ്റ്റിംഗ് കിട്ടണം. എല്ലാ സ്കൂളുകളിലും സർക്കാർ എവിടെയെല്ലാം ശമ്പളം കൊടുക്കുന്നോ ആ സ്കൂളിലെ അധ്യാപക പോസ്റ്റിംഗ് PSCക്ക് വിടണം. ലക്ഷങ്ങൾ കൊടുത്താണ് ചിലർ എയ്ഡഡ് സ്കൂളുകളിൽ അഡ്മിഷൻ നേടുന്നു എന്നാണ് പറയുന്നത്. ലക്ഷങ്ങളില്ലാത്ത കുറേ പേരുണ്ട്. ലക്ഷങ്ങൾ, 50 ലക്ഷം, 60 ലക്ഷം, 75 ലക്ഷം, 1 കോടി വരെ കൊടുത്താണ് ജോലി സമ്പാദിക്കുന്നത്. സർക്കാർ ശമ്പളം കൊടുക്കുന്നു. ഈ സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ സ്കൂളുകളിലും PSC പോസ്റ്റിംഗ് നടത്തണം. ആയിരക്കണക്കിന് LDCയുടെ പോസ്റ്റ് വരും, LP UP പോസ്റ്റ് വരും, ഹൈസ്കൂൾ അധ്യാപകരുടെ പോസ്റ്റും വരും. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി, കോളേജ് അധ്യാപകർ, ഇങ്ങനെയുള്ള സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിൽ കയ്യൂക്കുള്ളവൻ അവൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ജോലി വാങ്ങരുത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുക തന്നെ വേണം. അതുകൊണ്ട് ഈ സമരം എല്ലാ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളുകളിലേക്കും ഞങ്ങളെ നിയമിക്കണമെന്ന് പറഞ്ഞ് LP UP കാർ ശക്തിയായി സമരം നടത്തിയാൽ അതിൻ്റെ കൂടെ ഞാനും കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യപേപ്പർ വായിക്കുന്നതിന് വേണ്ടി അഞ്ചുമയെ ക്ഷണിക്കുകയാണ്. അഞ്ചുമായി ക്വസ്റ്റ്യൻ വായിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാതെ തോന്നിയേക്കാം, പക്ഷേ ഞങ്ങൾ വായിച്ചിരിക്കും. എന്താ? ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്നലെ നടന്ന LGS എക്സാം, അതിൻ്റെ സ്റ്റേജ് 1-ൻ്റെ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വായിക്കുന്നത്. കാറ്റഗറി നമ്പർ 66/2026, കോഡ് B ആണ്, B കോഡാണ് വായിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ B, 2026 ഏപ്രിൽ 9. 2026 ഏപ്രിൽ 9-നാണ് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടാമത്തെ ചോദ്യം, 2ാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ D ആണ്, ശ്രീനാരായണ ഗുരു. 2ാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. മൂന്നാമത്തെ ചോദ്യം, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ഓപ്ഷൻ D, EP രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ചോദ്യം 4, കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ B, GV രാജ അവാർഡ്. ചോദ്യം 5, പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ A, ചട്ടമ്പി സ്വാമികൾ. ചോദ്യം 6, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ D, ഒഡീഷ. ഒഡീഷ സ്വദേശിയാണ്, എന്നാൽ മുൻ ജാർഖണ്ഡ് ഗവർണർ കൂടിയാണ്. ചോദ്യം 7, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ A, സ്വർണം.
ചോദ്യം 8. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 അതിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ബാംഗ്ലൂർ. ചോദ്യം 9. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. ചോദ്യം 10. തൃശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ സി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ചോദ്യം 11. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വൂളാർ. ചോദ്യം 12. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അമാൻ സേതു. ചോദ്യം 13. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏത്? ഉത്തരം ഓപ്ഷൻ എ ഷാഹി പാത. ചോദ്യം 14. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ദിഗ്ബോയ്. ചോദ്യം 15. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഹിമാലയം. ചോദ്യം 16. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ധാർവാർ ശിലകൾ. ചോദ്യം 17. ഇന്ത്യയിലെ വാതോർജ നിലയം ഏത്? ഉത്തരം ഓപ്ഷൻ എ ലംബ. ചോദ്യം 18. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി രാഗാസ്. ചോദ്യം 19. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മിസോറാം. ചോദ്യം 20. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത ഏത്? ഉത്തരം ഓപ്ഷൻ ബി സൻഗാണ്ടൻ പാത. ചോദ്യം 21. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി റാഫി അഹമ്മദ് കിദ്വായി. റാഫി അഹമ്മദ് കിദ്വായി. ചോദ്യം 22. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്? സ്റ്റേറ്റ്മെന്റ്സുകൾ പറയാം. ഒന്നാമത്തത് ജനാധിപത്യം സംരക്ഷിക്കാൻ. 2. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. 3. രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം 2 കാരണങ്ങളാണ് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. 1. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. അതുപോലെ രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 23. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വ്യാവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു. അടുത്തത് വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. 3. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. 4. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. ഇതിൽ ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ വരുന്നത് 1. വ്യാവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു. അതുപോലെ തന്നെ ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 24. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ആസഫ് അലി, ക്യാപ്റ്റൻ ലക്ഷ്മി, തേജ് ബഹദൂർ സപ്രു, നെഹ്റു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ചോദ്യം 25. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി. അത് ശരിയാണ്. 2. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. അതും ശരിയാണ്. 3. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. അത് തെറ്റാണ്. 4. നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നു. അതും തെറ്റാണ്. 2 പ്രസ്താവനകളാണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി. അതുപോലെ പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. ഇത് രണ്ടുമാണ് 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 26. താഴെ പറയുന്നവയിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു, KN രാജ്, M വിശ്വേശ്വരയ്യ, C രാജഗോപാലാചാരി. ഉത്തരം ഓപ്ഷൻ ഡി C രാജഗോപാലാചാരി. ചോദ്യം 27. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ. അത് തെറ്റാണ്. 2. റിസർവ് ബാങ്ക് ഗവർണർ. അതും തെറ്റാണ്.
മൂന്നാമത്തത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ സ്ഥാപകനാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4 ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം KN രാജുവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ, ഒന്ന് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു, അതുപോലെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 28 ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. ചോദ്യം 29 ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം 1928. ചോദ്യം 30 ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് 1857 മെയ് 10-നാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. ചോദ്യം 31 വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. അത് ശരിയാണ്. രണ്ടാമത്തത് പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാകുന്നു. അതും ശരിയാണ്. മൂന്നാമത്തത് കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. അത് തെറ്റാണ്. നാലാമത്തത് ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ചുമത്താവുന്നതാണ്. അതും തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ മൂന്നാമത്തെയും നാലാമത്തെയുമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 32 മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ചോദ്യം 33 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ചോദ്യം 34 അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തതേത്? ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, സിറ്റിസൺസ് ഫോർ ഡെമോക്രസി, ഗ്ലോബൽ വാച്ച്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സിറ്റിസൺ ഫോർ ഡെമോക്രസി. ചോദ്യം 35 ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1947 ജൂലൈ 22. ചോദ്യം 36 സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഓപ്ഷൻ എ വി ഹരിനായർ. ചോദ്യം 37 ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി മൗലിക കർത്തവ്യങ്ങൾ. ചോദ്യം 38 വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി ആലുവ. ചോദ്യം 39 ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു. അതുപോലെ അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 40 ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെന്ന് തെരഞ്ഞെടുത്തെഴുതുക. 1 ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അത് ശരിയാണ്. രണ്ടാമത്തത് നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അതും ശരിയാണ്. മൂന്നാമത്തത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. അത് ശരിയാണ്. നാലാമത്തത് പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. അതും ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 41 പ്രാചീന തുറമുഖമായ മുസിരിസ് ഏത് സ്ഥലത്താണ്? ഉത്തരം ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. ചോദ്യം 42 തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഉത്തരം ഓപ്ഷൻ സി പാലക്കാട് ചുരം. ചോദ്യം 43 മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി JC ഡാനിയൽ. ചോദ്യം 44 കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമേത്? ഉത്തരം ഓപ്ഷൻ എ കണിക്കൊന്ന. ചോദ്യം 45 ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി സർവീസസ്. ചോദ്യം 46 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി പള്ളിവാസൽ 1940 മുതിരപ്പുഴയിൽ. ചോദ്യം 47 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ 244 കിലോമീറ്റർ.
ചോദ്യം 48 അഞ്ചുവണ്ണം എന്നാൽ എന്ത്? ഉത്തരം ഓപ്ഷൻ സി വാണിജ്യ സംഘങ്ങൾ. ചോദ്യം 49 കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി തെന്മല. ചോദ്യം 50 തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി എറണാകുളം. ചോദ്യം 51 ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത്? പഹാരിയ കലാപം, മാപ്പിള കലാപം, സാന്താൾ കലാപം, കോൾ കലാപം. ഉത്തരം മാപ്പിള കലാപം. ഓപ്ഷൻ ബി മാപ്പിള കലാപം. ചോദ്യം 52 പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1 ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, അത് ശരിയാണ്. രണ്ടാമത്തത് ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ്, അത് തെറ്റാണ്. മൂന്നാമത്തത് വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം, അത് ശരിയാണ്. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത്, അത് തെറ്റാണ്. അപ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളായിട്ട് വരുന്നത് 1 ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, അതുപോലെ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 53 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ചോദ്യം 54 കുളച്ചൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഡിലനോയ്, ക്യാപ്റ്റൻ ഡിലനോയ്. ചോദ്യം 55 താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത് മാവിലാന്തോട് വേലുത്തമ്പി ദളവ, അത് തെറ്റാണ്. മാവിലാന്തോട് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ വധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പഴശ്ശിരാജ വീരമൃത്യു വരിക്കുന്ന സ്ഥലമാണ് മാവിലാന്തോട്. രണ്ടാമത്തത് മണ്ണടി പഴശ്ശിരാജ, അത് തെറ്റാണ്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തതാണ് മണ്ണടി ക്ഷേത്രത്തിൽ. മൂന്നാമത്തത് ക്വിറ്റ് ഇന്ത്യ കീഴരിയൂർ ബോംബ് കേസ്, അത് ശരിയാണ്. നാലാമത്തത് മാപ്പിള ലഹള കാർഷിക മുന്നേറ്റം, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്തത് 1 മാവിലാന്തോട് വേലുത്തമ്പി ദളവ എന്ന് കൊടുത്തിരുന്നതും മണ്ണടി പഴശ്ശിരാജ എന്ന് കൊടുത്തിരുന്നതുമാണ് തെറ്റായിട്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 56 താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം എഴുതുക. 1 മൊറാഴ സമരം, 2 കുണ്ടറ വിളംബരം, 3 പൂക്കോട്ടൂർ കലാപം, 4 കുറിച്യ കലാപം. ഇതിൽ ആദ്യം വരുന്നത് ഏതാണ്? കുണ്ടറ വിളംബരമാണ് ആദ്യം വരുന്നത്. വർഷം 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. അടുത്ത വരുന്നത് കുറിച്യ കലാപമാണ് 1812 മാർച്ച് 25. 1812 മാർച്ച് 25 കുറിച്യ കലാപം. അടുത്തത് വരുന്നത് പൂക്കോട്ടൂർ കലാപമാണ് 1921. പൂക്കോട്ടൂർ കലാപം 1921. അവസാനം വരുന്നതാണ് മൊറാഴ സമരം 1940. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 57 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? 1 VT ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, അത് തെറ്റാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. രണ്ടാമത്തത് കുമാര ഗുരുദേവൻ അരയ സമാജം, അത് തെറ്റാണ്. അരയ സമാജം സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. മൂന്നാമത്തത് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, അതാണ് ശരിയായിട്ടുള്ള ജോഡി. നാലാമത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 58 സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ഒന്നാമത്തത് 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി, അത് ശരിയാണ്. രണ്ടാമത്തത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് പ്രാചീന മലയാളം ആദിഭാഷ, അത് തെറ്റാണ്. പ്രാചീന മലയാളം ആദിഭാഷ എന്നീ കൃതികൾ എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. മൂന്നാമത്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യമുയർത്തി, അത് ശരിയാണ്. നാലാമത്തത് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു ആണ്, അത് തെറ്റാണ്. സമത്വ സമാജം സ്ഥാപിക്കുന്നത് വൈകുണ്ഠ സ്വാമികളാണ് 1836. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 59 സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് 1907. അതിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ചോദ്യം 60 ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ഉത്തരം ഓപ്ഷൻ ബി ദൈവദശകം. ചോദ്യം 61 വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ലൈക്കനുകൾ.
ചോദ്യം 62. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. അത് ശരിയാണ്. രണ്ടാമത്തത് അതിൻ്റെ കാരണമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്, ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആദ്യത്തെ പ്രസ്താവന ശരിയും രണ്ടാമത് അതിൻ്റെ കാരണമായിട്ട് കൊടുത്തിരുന്ന പ്രസ്താവന തെറ്റുമാണ്. ചോദ്യം 63. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബയോ റെമഡിയേഷൻ. ചോദ്യം 64. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? ഉത്തരം ഓപ്ഷൻ ബി, പയർ. പയറിൻ്റെ മറ്റ് സങ്കരയിനങ്ങൾ ഏതെല്ലാമാണ്? ജ്യോതിക, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി. പയറിൻ്റെ മറ്റ് സങ്കരയിനങ്ങളാണ് ഒന്ന് ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ലോല, മാലിക. ഇതെല്ലാം പയറിൻ്റെ സങ്കരയിനങ്ങളാണ്. ചോദ്യം 65. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. അത് ശരിയാണ്. രണ്ടാമത്തത്, ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകളാണ് സിരകൾ. അത് തെറ്റാണ്. മൂന്നാമത്തത്, കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ കുഴലുകളാണ് ലോമികകൾ. അത് തെറ്റാണ്. നാലാമത്തത്, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റായിട്ട് കൊടുത്തിരുന്നത്. ഒന്ന്, കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. അടുത്തത്, അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. ചോദ്യം 66. മനുഷ്യൻ്റെ ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വൈറ്റമിൻ ഡി. ചോദ്യം 67. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ഉത്തരം ഓപ്ഷൻ സി, ക്ഷയം. ചോദ്യം 68. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകൾ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഓർഗനോയിഡ്. ചോദ്യം 69. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കല്ലേൽ പൊക്കുടൻ. ചോദ്യം 70. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, മെലാട്ടോണിൻ. ചോദ്യം 71. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമേത്? ഉത്തരം ഓപ്ഷൻ എ, സ്ഥിതികോർജ്ജം. ചോദ്യം 72. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഏത്? ഉത്തരം ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ്. ചോദ്യം 73. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് 5 ഹെഡ്സ്, 2000 ഹെഡ്സ്, 200 കിലോ ഹെഡ്സ്, 2000 കിലോ ഹെഡ്സ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് അല്ലെങ്കിൽ 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2000 ഹെഡ്സ്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിൽ വരുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2000 ഹെഡ്സ് ആണ്. ചോദ്യം 74. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ എ, കാർബൺ 12. ചോദ്യം 75. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? പോളിത്തീൻ, സെല്ലുലോസ്, നൈലോൺ, ബേക്കലൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി, സെല്ലുലോസ്. ചോദ്യം 76. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ചോദ്യം 77. ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലാത്ത മൂലകം ഏത്? ക്രിപ്റ്റോൺ, ആർഗൺ, സിലിക്കൺ, നിയോൺ. ഉത്തരം ഓപ്ഷൻ സി, സിലിക്കൺ. ചോദ്യം 78. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ സി, സിങ്ക്. ചോദ്യം 79. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി, 746 വാട്ട്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. ചോദ്യം 80. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, റേഡിയം. ചോദ്യം 81. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 20 ഡിഗ്രി.
ചോദ്യം 82 ചോദ്യം ബോർഡിലുണ്ട്. 5x(x−1) ഇൻറ്റു 5(3) ഇൻറ്റു 5(2) സമം 3125 ആണെങ്കിൽ എക്സിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി 1. ചോദ്യം 83 അടുത്ത പദം ഏത്? 3, 7, 15, 31. അടുത്ത പദം വരുന്നത് ഉത്തരം ഓപ്ഷൻ സി 63. ചോദ്യം 84 16 പ്ലസ് 8 ഭാഗം 2 ഗുണം 6 മൈനസ് 20. ഒന്നുകൂടെ പറയാം. 16 പ്ലസ് 8 ഭാഗം 2 ഗുണം 6 മൈനസ് 20. ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി 20. ചോദ്യം 85 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണം? ഉത്തരം ഓപ്ഷൻ ഡി 40. ചോദ്യം 86 ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി 20%. ചോദ്യം 87 2√2 പ്ലസ് 3√2 മൈനസ് √8 സമം എത്ര? 2√2 പ്ലസ് 3√2 മൈനസ് √8 സമം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 3√2. ചോദ്യം 88 ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ സി 39. ചോദ്യം 89 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്ര? ഉത്തരം ഓപ്ഷൻ ബി 51. ചോദ്യം 90 2ഉം 2-1 പ്ലസ് 3ഉം 4-1 മൈനസ് 4 5-1. ഇതിൻ്റെ വില എത്ര? 2ഉം 2-1 പ്ലസ് 3ഉം 4-1 മൈനസ് 4ഉം 5-1. ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ 1ഉം 20-11. ചോദ്യം 91 ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഉത്തരം ഓപ്ഷൻ സി 120 ഡിഗ്രി. ചോദ്യം 92 3:12 സമം x:60 ആയാൽ എക്സിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 15. ചോദ്യം 93 7 പ്ലസ് 8 ഭാഗം 4 മൈനസ് 2 ഗുണം 3 പ്ലസ് 1. ഇതിൻ്റെ വില എത്ര? 7 പ്ലസ് 8 ഭാഗം 4 മൈനസ് 2 ഗുണം 3 പ്ലസ് 1. ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ സി 4. ചോദ്യം 94 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 43. ചോദ്യം 95 പ്ലസ് എന്നത് ഗുണനത്തെയും മൈനസ് എന്നത് പ്ലസ് കൂട്ടലിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും മൾട്ടിപ്ലിക്കേഷൻ എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 6/3 പ്ലസ് 2 മൈനസ് 8 ഗുണം 4. ഇതിൻ്റെ വില എത്ര? ചോദ്യം ഒന്നും കൂടെ വായിക്കാം. പ്ലസ് എന്നത് ഗുണനത്തെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവിഷൻ എന്നത് മൈനസിനെയും ഗുണനം എന്നത് ഹരണത്തെയും സൂചിപ്പിച്ചാൽ 6/3 പ്ലസ് 2 മൈനസ് 8 ഗുണം 4. ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ 2. ചോദ്യം 96 7, 10, 6, 13, 5, 16. 7, 10, 6, 13, 5, 16 എന്ന ശ്രേണിയുടെ 9ാം പദം എത്ര? ഉത്തരം ഓപ്ഷൻ സി 3. ചോദ്യം 97 താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3, 6, 11, 18 എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ബി 37. ചോദ്യം 98 സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ 4 കിലോമീറ്റർ തെക്ക്. ചോദ്യം 99 1, 1, 2, 3, 5, 8 എക്സെട്ര എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 13. ചോദ്യം 100 3*2 സമം 9, 4*3 സമം 13, 5*4 സമം 17 ആയാൽ 6*5ൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 21. അപ്പോൾ ഇന്നലെ നടന്ന 10th ലെവൽ പ്രിലിംസിൻ്റെ സ്റ്റേജ് 1ൻ്റെ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറഞ്ഞത്. താങ്ക് യു.